ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നമ്മുടെ മൊബൈലിൽ മലയാളം ടൈപ്പ് ചെയ്യുന്നതിനായി ഒട്ടനവധി കീബോർഡുകൾ യൂസ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ അത്തരത്തിൽ മലയാളം കീബോർഡുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയമെടുത്താണ് നമ്മളത് ടൈപ്പ് ചെയ്യാറുള്ളത്. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കീബോർഡുകൾ യൂസ് ചെയ്യാം. അത്തരം കീബോർഡുകൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഇൻഡിക് കീബോർഡ്, അതുപോലെ തന്നെ ജീബോർഡ് തുടങ്ങിയ ഒട്ടനവധി കീബോർഡുകൾ ലഭ്യമാണ്. ഇന്ന് നമുക്ക് ജീബോർഡ് കീബോർഡ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കാം. പലരും ഉപയോഗിക്കുന്നുണ്ടാവും, അറിയാത്തവർക്കായി ഈ വീഡിയോ ഉപയോഗപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതിനായി നിങ്ങളാദ്യം പ്ലേ സ്റ്റോറിൽ നിന്ന് ജീബോർഡ് കീബോർഡ് എന്നുള്ളത് സെർച്ച് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. മുകളിൽ ആദ്യം തന്നെ കാണുന്ന ഗൂഗിളിൻ്റെ ജീബോർഡ് കീബോർഡ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സ്റ്റെപ്പ് 1 എന്നുള്ളതിൽ നമ്മൾ എനേബിൾ ആൻഡ് സെറ്റിംഗ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ജീബോർഡ് എന്നുള്ളത് ആക്റ്റീവ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണുന്ന മെസ്സേജ് ഓക്കെ എന്ന് പ്രസ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ സെലക്ട് ഇൻപുട്ട് മെത്തേഡ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ജീബോർഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. വീണ്ടും സെറ്റ് പെർമിഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം തുറന്ന് കാണുന്ന മെസ്സേജ് അലോ എന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഡൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന ലാംഗ്വേജ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിൽ ആഡ് കീബോർഡ് എന്നുള്ളത് പ്രസ് ചെയ്യാം. തുടർന്ന് നമുക്ക് മുകളിൽ മലയാളം എന്നുള്ളത് സെർച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് മുകളിൽ 3 കീബോർഡ്സ് കാണാൻ സാധിക്കും. ABC ടു മലയാളം, അതുപോലെ ഉള്ളി മലയാളം ആൻഡ് ഹാൻഡ് റൈറ്റിംഗ്. നമുക്ക് ആവശ്യമെങ്കിൽ 3 കീബോർഡും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 3 കീബോർഡും സെലക്ട് ചെയ്തതിന് ശേഷം ഡൺ എന്ന് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഈ പ്രോഗ്രാം ക്ലോസ് ചെയ്യാം. തുടർന്ന് നമ്മൾ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, ഉദാഹരണത്തിന് ഞാനിപ്പോൾ എൻ്റെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. തുടർന്ന് നമ്മൾ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഒന്നെങ്കിൽ സ്പേസ് ബാറിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് കീബോർഡ് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് കാണുന്ന ഗ്ലോബ് സിമ്പിളിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചാലും കീബോർഡ് സെലക്ട് ചെയ്യാം. അതിൽ നിന്നും ABC മലയാളം എന്നുള്ള നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത കീബോർഡ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ മതി. ഇതുപോലെ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് മലയാളത്തിലേക്ക് കൺവേർട്ട് ആവുന്നത് നിങ്ങൾക്ക് കാണാം. അത് നമ്മൾ മലയാളം കീബോർഡ് തപ്പിത്തിരഞ്ഞ് ഈ ടൈപ്പ് ചെയ്യുന്നതിനേക്കാൾ വളരെ ഈസിയാണ് നമുക്ക് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു കീബോർഡാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു തരത്തിൽ ഹാൻഡ് റൈറ്റ് ചെയ്തുകൊണ്ട് ഇതുപോലെ കീബോർഡ് സെലക്ട് ചെയ്ത് മലയാളം ഹാൻഡ് റൈറ്റിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നമുക്കിതുപോലെ ഹാൻഡ് റൈറ്റ് ചെയ്തുകൊണ്ട് അത് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. വളരെ ഈസി ആയിട്ട് ഇതുപോലെ ഹാൻഡ് റൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു ഓപ്ഷനുള്ളത്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ മലയാളത്തിലേക്ക് ഓട്ടോമാറ്റിക് ടൈപ്പ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കൂടി ഈ കീബോർഡിലുണ്ട്. നിങ്ങൾ ഈ മൈക്ക് സിമ്പിളിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇതുപോലെ ഇവിടെ നമുക്ക് പറയുന്നത് പോലെ എഴുതുന്നത് കാണാം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ഓട്ടോമാറ്റിക് മലയാളത്തിലേക്ക് കൺവേർട്ട് ആവുന്നതും നമുക്ക് കാണാം. ഇത്തരത്തിൽ 3 രീതിയിൽ നമുക്ക് കീബോർഡ് യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലെന്ന പ്രതീക്ഷയോടെ ദിസ് ഇസ് നൗഷാദ് സൈനിങ് ഓഫ്.